ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ വീഡിയോസ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ അറിയണ കാര്യങ്ങളാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിട്ടേക്കുക. അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും വൈഫൈ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ചിലർക്ക് ഇപ്പോഴും അറിയില്ല വൈഫൈ എങ്ങനെ എടുക്കാം, അതുപോലെ തന്നെ വൈഫൈ എങ്ങനെ നമ്മുടെ ഫോണിലുള്ള നെറ്റ് മറ്റുള്ളവർക്ക് വേണ്ടി എങ്ങനെ ഷെയർ ചെയ്യാം എന്നറിയാത്തവർ ഇപ്പോഴും ഉണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. നിങ്ങൾ മുകളിൽ നിന്ന് ഇതുപോലെ വലിക്കണ സമയത്ത് നിങ്ങളുടെ കുറേ ഐക്കൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഈ ഐക്കൻ പ്രസ് ചെയ്ത് ഓണാക്കി ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വൈഫൈ ഇങ്ങോട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. മറ്റുള്ള ലിസ്റ്റ് അതുപോലെ വരും. അത് ജസ്റ്റ് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൽ വരുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിനോട് പേര് വയ്ക്കുക, ഏതാണ് വൈഫൈയുടെ നെയിം അവർ പറഞ്ഞു തരും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് കണ്ടായിട്ടുണ്ടാവും. അതല്ല തിരിച്ച് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് നെറ്റ് കൊടുക്കണമെന്നാണെങ്കിൽ ഇതുപോലെ തന്നെ ഉണ്ടോ ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞുണ്ടോ, അതിൽ നെക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഓണാക്കി ചെയ്തിട്ട് അതിൽ സെക്യൂരിറ്റി ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഇതുപോലെ ഓണാക്കി ഇടാം. അതല്ലെങ്കിൽ WPA2 എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഇടാം, 3ലേക്ക് ഇടാം. അങ്ങനെ ഒരേ ഇതിലേക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് പാസ്വേഡ് സെറ്റ് ചെയ്തിട്ട് അധികം പേരെ എടുക്കാത്ത രീതിയിൽ, അതായത് നിങ്ങളുടെ വൈഫൈ ഓണാക്കിയിട്ട് ഇപ്പുറത്തേക്ക് എടുക്കുമെന്നുള്ള പേടിയുണ്ടെങ്കിൽ പാസ്വേഡ് ഇട്ടിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം. അതല്ല ജസ്റ്റ് യൂസ് ചെയ്യാനാണെങ്കിൽ കുറച്ച് നേരത്തേക്കാണെങ്കിൽ സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല, ചുമ്മാ ഒന്ന് ഓണാക്കി കൊടുത്താൽ അത് മറ്റുള്ളവർക്ക് ഹെൽപ്പാവും. അത്ര സിമ്പിളാണ് ഉണ്ടാവും. പിന്നെ മറ്റുള്ളവരുടെ വൈഫൈ വേണ്ടവർക്ക് സെർച്ച് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ കൊടുക്കാനാണെങ്കിൽ കൊടുക്കാം. ഇതുപോലത്തെ അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വരാം.